ഇപ്പൊ കുറച്ച് നാളായിട്ട് നമ്മൾ കുടുംബം അടച്ച് സ്വിമ്മിംഗ് പൂളിൽ തന്നെയാണ്. അതായത് ഒരു 4-മോ 5-മോ തവണയാണ് നമ്മൾ ഫാമിലി പാക്കേജ് എടുത്തിട്ട് 20 പേർക്ക് 1 അവറിന് 1500 രൂപ ഒരു സ്കീമിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എല്ലാവരും വീണ്ടും നീന്താൻ വന്നിരിക്കുകയാണ്. നീന്താനൊന്നും അറിയില്ലെങ്കിലും സ്വിമ്മിംഗ് ക്യാപ്പും സേഫ്റ്റി ഗോഗിൾസും ഒക്കെ വെച്ച് നമ്മൾ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് മാത്രമേ വെള്ളത്തേക്ക് ചാടുള്ളൂ. ദോ ഈ സൈഡിൽ ഇരുന്ന് വെള്ളത്തേക്ക് ഇറങ്ങുന്ന ചെക്കനില്ലേ, ആ ഒരു ചെക്കന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് നീന്താൻ അറിയാം, ഒടുക്കത്തെ നീന്തലാണ്. പക്ഷെ ഒരടി പോലും അവൻ മുന്നോട്ട് പോവില്ല. അതാണ് അവന്റെ നീന്തലിന്റെ പ്രത്യേകത. അങ്ങനെ നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വിമ്മിംഗ് ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് ബേസിക് ആയിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ അറിയാം. അതായത് വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ടിങ് ചെയ്യാൻ അറിയാം. നീന്താനായിട്ടില്ലെങ്കിലും വെള്ളത്തിൽ ഇങ്ങനെ പൊന്തിക്കെടുക്കാൻ എനിക്കറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. കാരണം ഇത്രയും കാലം ഞാൻ വെള്ളത്തിന്റെ അടിയിൽ കാലുകൊണ്ട് നടക്കുകയായിരുന്നു, ഞാനിപ്പോ ഇങ്ങനെ കെടുക്കാൻ പഠിച്ചില്ലേ. സോ എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നി. ഇപ്പൊ കുറച്ച് നാളായിട്ട് എന്നും വെള്ളത്തിലായതുകൊണ്ട് രാത്രി ഫോണൊക്കെ നോക്കാതെ തന്നെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് കേട്ടോ. കിടന്നതേ ഉറങ്ങിപ്പോവും. സോ അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ.